പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വെടിനിർത്തൽ അംഗീകരിച്ച ഇറാനും ഇസ്രായേലും അമേരിക്കയും ട്രംപിനും നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ വിവരങ്ങളുമായി ഓഗസ്റ്റ് സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ചേരുകയാണ്. സെബാനെ, ഇപ്പോൾ വലിയ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയരുകയാണ്. വലിയ സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത്. ആധുനിക കാലത്ത് നേരത്തെ ശ്രീജിത്തിനോട് പറഞ്ഞ പോലെ ഇതൊരു യുദ്ധം തന്നെ ആയിരുന്നു. എങ്ങനെയാണ് സമാധാനത്തിന് വഴി തുറന്നത്? ശാശ്വതമായ സമാധാനമാണോ ഇത്? പിന്നിലെ ഇപ്പോൾ 12 ദിന യുദ്ധം അവസാനിച്ചു എന്ന നിലക്കാണ് നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഏറ്റവും പുതിയതായി ഇസ്രായേൽ ഈ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതോടുകൂടി ഇറാനും ഇസ്രായേലും ഈ വെടിനിർത്തൽ അംഗീകരിക്കുന്നു. ഖത്തർ മധ്യസ്ഥതയിലാണ് ഇങ്ങനൊരു വെടിനിർത്തൽ ഉണ്ടായതെന്ന് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, ഇന്നലെ ഒരു ഇന്ത്യൻ സമയം 3:30 ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തുന്നു, 6 മണിക്കൂറിനുള്ളിൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആറാക്ചി പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നാലെ ഇസ്രായേൽ ഇത് സംബന്ധിച്ച് ആ സമയത്തും ഔദ്യോഗികമായി പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ട്രംപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു, ഇനി ഇതാരും ലംഘിക്കരുത് എന്ന ഒരു സന്ദേശം വീണ്ടും ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ പുറത്തേക്ക് നൽകുന്നു. തൊട്ടു പിന്നാലെ ഇറാനിയൻ ദേശീയ മാധ്യമം, ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമമായ ഇറിൻ ഇത് സംബന്ധിച്ച് അങ്ങനെ ഒരു വെടിനിർത്തൽ അംഗീകരിക്കുന്നു. അതായത് ട്രംപ് തങ്ങളോട് യാചിച്ചു, ട്രംപ് ആവശ്യപ്പെട്ടതിന് പ്രകാരം യാചിച്ചതിന് പുറത്ത് അങ്ങനൊരു തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് ഇറാൻ ദേശീയ മാധ്യമം അങ്ങനെ പറഞ്ഞത്. പിന്നാലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ പ്രതികരണമാണ് പിന്നീട് കാത്തിരുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ വെടിനിർത്തൽ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഫിനാൻസ് മന്ത്രി സ്മോട്രിച്ച് ഇത് സംബന്ധിച്ച് പറഞ്ഞത് യുദ്ധലക്ഷ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ നേടിക്കഴിഞ്ഞു, ഈ യുദ്ധം ഇസ്രായേലിൻ്റെ വിജയം എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരുപക്ഷവും വെടിനിർത്തൽ അംഗീകരിക്കുമ്പോഴും ഇരുപക്ഷവും നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ വാക്പോരിൻ്റെ തലത്തിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വിജയം അവകാശപ്പെടുക എന്നതാണ് ഇപ്പോൾ ഇരുപക്ഷവും ചെയ്യുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജൂൺ 13 ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ദൗത്യത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ യുദ്ധലക്ഷ്യം എന്നത് ഇറാൻ്റെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു. ആ യുദ്ധലക്ഷ്യം നേടുന്നതിന് സാധിച്ചു എന്നത് ഇസ്രായേൽ നേരത്തെ തന്നെ അവകാശപ്പെടുന്നു. രണ്ടാമതായി അവരുടെ ശരി, വ്യക്തമാണ്. സബാൻ വളരെ ക്ലിയർ ആണ്. 12 ദിന യുദ്ധം അവസാനിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരിക. ഇസ്രായേൽ സ്വാഗതം ചെയ്തിരിക്കുകയാണ്, ഇറാന്റെ ഔദ്യോഗിക മാധ്യമവും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ട്രംപ് യാചിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന് ആശംസിക്കാം, പ്രതീക്ഷിക്കാം.